ഒരു കുഞ്ഞ് എഫേർട്ടായിരിക്കും, പക്ഷെ അതെനിക്ക് വേണ്ടി ചെയ്യാണെന്ന് തിരിച്ചറിയുമ്പോൾ ഒരു ചെറിയ കൈത്താങ്ങ്, ഒരു 1-2 ദിവസത്തേക്കെങ്കിലും നമ്മളെ വീഴാതെ പിടിച്ചു നിർത്താൻ ഒരാൾ കൂടെ ഉണ്ടാവും. ഞാൻ ശരിക്കും പറഞ്ഞാൽ അത് ഞാൻ ജീവിതത്തിൽ മറക്കത്തില്ല. മാരേജ് പ്രപ്പോസൽ നോക്കുന്ന സമയത്ത് ഞാൻ ഏറ്റവും കൂടുതൽ ടെൻഷൻ അടിച്ചൊരു കാര്യമായിരുന്നു. കുറെ വർഷങ്ങൾക്ക് ശേഷമാണ് കേട്ടോ ഒരു സർപ്രൈസ് ആയിട്ട് ഒരു ഗിഫ്റ്റ് കിട്ടുന്നത്. സോ ഞാൻ കുറെ ദിവസം വീട്ടിൽ നിന്നിട്ട് വന്നതിന്റെ ആ ഒരു വിഷമ കാരണം ഭയങ്കര മൂഡ് ഓഫ് ആയിരുന്നു. ഒന്നാമത്തെ കാര്യം വന്നു കേസ് ആരാണ് ഈ സർപ്രൈസ് തന്നതെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. ഇത് എന്താണ് പക്ഷെ ഉദ്ദേശിച്ചത് എനിക്കറിയില്ല കേട്ടോ. ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പൊ പുതിയൊരു വ്ലോഗായിട്ട് ഞാൻ പിന്നെ എത്തിയിട്ടുണ്ട്. ഇന്നൊരു സ്പെഷ്യൽ വ്ലോഗാണ് ഗൈസ്. അതിന്റെ റീസൺ പറയുന്നതിന് മുമ്പ് ഞാൻ ഇന്നലെയാണ് കേട്ടോ കൊല്ലത്ത് എന്റെ വീട്ടിൽ നിന്ന് ട്രിവാൻഡ്രത്തെ വീട്ടിലേക്ക്, ഹസ്ബൻഡിന്റെ വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇന്നലെ ഇവിടെ വരുന്നവരുള്ളെല്ലാം ഞാൻ വ്ലോഗ് എടുത്ത് നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അപ്പം അത് കാണാത്ത ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ടിട്ട് വാ കേട്ടോ. പിന്നെ ഇന്നലെ ഇവിടെ വന്നതിന് ശേഷം പിന്നെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല, നല്ല തിരക്കായിരുന്നു. എനിക്ക് തോന്നുന്നു ഒരു 2-2.5 ആഴ്ചയായി ഞാൻ വീട്ടിൽ പോയിട്ട് തിരിച്ചു വന്നില്ല. അപ്പം ഇവിടെ അത്യാവശ്യം നല്ല ജോലി ഉണ്ടായിരുന്നു. പിന്നെ രാവിലെ മോളെ സ്കൂളിൽ വിട്ടതിന് ശേഷമാണ് ഞാൻ കുറച്ചെങ്കിലും ഒന്ന് ഫ്രീ ആയിട്ട് ഇരിക്കുന്നത്. അപ്പൊ ആ സമയം നോക്കി ഞാൻ വീഡിയോ ചെയ്യാൻ വേണ്ടിട്ട് ഓടി വന്നതാണ് കേട്ടോ. അപ്പൊ ഇനി ഞാൻ എന്റെ സ്പെഷ്യൽ വ്ലോഗിന്റെ റീസൺ പറയാം. വേറൊന്നുമല്ല, കുറെ നാളുകൾക്ക് ശേഷം എനിക്കൊരു വലിയ സർപ്രൈസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യണമെന്ന് വിചാരിച്ചു. അതാണ് കേട്ടോ ഇന്നത്തെ വ്ലോഗിന്റെ ഒരു സ്പെഷ്യൽ എന്ന് പറയുന്നത്. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, ഞാൻ ഇന്നലെ ഇവിടെ വന്ന് കുറെ ജോലി ഉണ്ടായിരുന്നു. അപ്പം ഞാൻ കൊണ്ടുപോയ സാധനങ്ങളൊക്കെ തിരിച്ച് പറക്കി വെക്കുന്നതൊക്കെ തിരക്കിലായിരുന്നു കേട്ടോ. ഈ സമയത്ത് ഞാൻ എന്റെ ലാപ്ടോപ്പ് ഓൺ ആക്കി, എന്റെ ലാപ്പ് എടുത്ത് വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് കൊണ്ട് വെക്കാൻ വേണ്ടി ലാപ്പിന്റെ ബാഗ് ഓപ്പൺ ആക്കിയ സമയത്ത് എനിക്കതൊരു കുഞ്ഞ് സർപ്രൈസ് കിട്ടി. ശരിക്കും പറഞ്ഞാൽ ഗിഫ്റ്റ് ഒക്കെ കുറെ ഇടയ്ക്കിടയ്ക്ക് കിട്ടിയിട്ടുണ്ട്, പക്ഷെ കുറെ വർഷങ്ങൾക്ക് ശേഷമാണ് കേട്ടോ ഒരു സർപ്രൈസ് ആയിട്ടൊരു ഗിഫ്റ്റ് കിട്ടുന്നത്. സോ ഞാൻ ഭയങ്കര എന്താ പറയാ ഹാപ്പി ആൻഡ് എന്താ പറയാ ഭയങ്കര എക്സൈറ്റഡ് ആയി പോയി. ഞാൻ ഒട്ടും പ്രതീക്ഷിക്കുന്നുണ്ടായിരുന്നില്ല ഈ സമയത്ത് ഒരു അങ്ങനെ ഒരു ഗിഫ്റ്റ്. ഞാൻ കുറെ ദിവസം വീട്ടിൽ നിന്നിട്ട് വന്നതിന്റെ ആ ഒരു വിഷമ കാരണം ഭയങ്കര മൂഡ് ഓഫ് ആയിരുന്നു, ഒന്നാമത്തെ കാര്യം. അപ്പൊ അതെല്ലാം കഴിഞ്ഞ് വന്നിട്ട് അതേ ഒരു മൂഡിലാണ് ഞാനിങ്ങനെ ഓരോന്ന് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്താണ് എന്റെ ഈ ഗിഫ്റ്റ് കിട്ടുന്നത്. ശരിക്കും പറഞ്ഞാൽ ഞാൻ എന്താ പറയാ ഭയങ്കര ഹാപ്പി ആയിട്ടുണ്ടായിരുന്നു. ഞാൻ ഈ ഗിഫ്റ്റ് കിട്ടി എന്ന് പറയുന്നതല്ലാതെ എനിക്ക് ആരാണ് ഈ സർപ്രൈസ് തന്നതെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. വേറെ ആരുമല്ല ഗൈസ്, എനിക്ക് മോമു ആണ് കേട്ടോ സർപ്രൈസ് തന്നത്. മോമു ആരാന്ന് എന്റെ വീഡിയോസ് ഒക്കെ റെഗുലർ ആയിട്ട് കാണുന്നവർക്ക് അറിയായിരിക്കും. അറിയാത്തവർക്കായിട്ട് ഞാൻ പറയാം, എന്റെ ബ്രദറിന്റെ വൈഫാണ്, എന്റെ ചേട്ടന്റെ വൈഫാണ്. അപ്പൊ ആളാണ് കേട്ടോ എനിക്ക് സർപ്രൈസ് ഗിഫ്റ്റ് തന്നത്. അത് ഞാൻ അറിയാണ്ട് എന്റെ ബാഗിലൊക്കെ കൊണ്ടുവച്ച് എനിക്ക് അത് സർപ്രൈസ് തരാൻ കാണിച്ച ഒരു എഫേർട്ട് ഉണ്ടല്ലോ, എനിക്ക് ആ ഒരു ചെറിയ സന്തോഷം തരാൻ വേണ്ടിയിട്ട് ആളെടുത്ത ആ ഒരു എഫേർട്ട് തീർച്ചയായും എനിക്ക് എന്താ ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. കാരണം ഒരുപാട് വിഷമിച്ച് നിന്നൊരു സമയത്ത് അങ്ങനെ ഒരു ഗിഫ്റ്റ് കിട്ടിയപ്പോഴത്തേക്കും ശരിക്കും എന്റെ മൂഡ് മൊത്തത്തിൽ മാറിയിട്ട് ഞാൻ നല്ല ഹാപ്പി ആയി. അതിന് ഞാൻ ആ ഗിഫ്റ്റ് ഒന്ന് കാണിച്ചു തരാം കേട്ടോ. ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. ഒരു കുഞ്ഞു ക്യൂട്ട് ഗിഫ്റ്റ് ആണ് കേട്ടോ. ആദ്യം തന്നെ പറയാം, ഇതിന്റെ ഉള്ളിലിരിക്കുന്ന സാധനം അതിന്റെ മൂല്യമല്ല ഞാൻ ശരിക്കും ഈ ഒരു ഗിഫ്റ്റിൽ കണക്കാക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഈ ഒരു സർപ്രൈസ് തരാൻ വേണ്ടി ആളെടുത്ത ഒരു എഫേർട്ട് ഉണ്ടല്ലോ. ഒന്നാമത്തെ കാര്യം, ഞാൻ ഫുൾ ടൈം എന്റെ ലാപ്ടോപ്പ് ഇരിക്കുന്ന റൂമിനകത്ത് കറങ്ങി നടക്കുന്നതായിരിക്കും. അപ്പൊ അത് ഞാനല്ലാതെ എന്റെ ബാഗിലൊക്കെ കൊണ്ട് വെച്ചപ്പോ ശരിക്കും സർപ്രൈസ്ഡ് ആയിട്ടോ. ഞാൻ പ്രതീക്ഷിച്ചിട്ടേ ഉണ്ടായിരുന്നില്ല ഇങ്ങനെ ഒരു ഗിഫ്റ്റ് കിട്ടുമെന്ന്. ഇനി ഞാനൊന്ന് ഓപ്പൺ ചെയ്ത് കാണിക്കാം. ഇത് കിട്ടിയ സമയത്ത് ഞാൻ ഓപ്പൺ ചെയ്തു കേട്ടോ. ഓപ്പൺ ചെയ്ത് ഇതിനകത്ത് ഒരു ഗിഫ്റ്റ് ഉണ്ടായിരുന്നു. ആ ഗിഫ്റ്റ് ഞാൻ കണ്ടു, ഗിഫ്റ്റും കണ്ടു. പിന്നെ എന്താ പറയുക, അതൊരു നോട്ട് ഉണ്ടായിരുന്നു. ആ ഒരു നോട്ട് ഞാൻ വായിച്ചു. പിന്നെ അത് കൂടാതെ വേറൊരു ചെറിയൊരു വിഷ് ബോട്ടിൽ കണക്കൊരു സംഭവം ഉണ്ടായിരുന്നു. അപ്പം അത് ഞാൻ ഓപ്പൺ ചെയ്തില്ല. അത് ഞാൻ വിചാരിച്ചു നിങ്ങളുടെ കൂടെ മുമ്പ് വെച്ചിട്ട് ഓപ്പൺ ആക്കാന്ന് വിചാരിച്ചു. ഞാൻ അത് മാത്രം ഞാൻ ഓപ്പൺ ആക്കിയിട്ടില്ല കേട്ടോ. ഗിഫ്റ്റ് ഞാൻ ഓപ്പൺ ആക്കി, കുറച്ച് ആക്രാന്തം കൂടുതൽ, അതുകൊണ്ട് ഞാൻ അത് ഓപ്പൺ ആക്കി. ഇതാണ് കേട്ടോ ഗിഫ്റ്റ്. ഒരു ക്യൂട്ട് ഗിഫ്റ്റ് ആണ്. ആളെന്റെ ഇഷ്ടം നോക്കി തന്നെ മേടിച്ചതാട്ടോ. ഒരു ഇയറിംഗ് ആണ് കേട്ടോ, ക്യൂട്ട് ഇയറിംഗ് ആണ്. പണ്ടൊരു സമയത്ത് ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ഇയറിംഗ് ഒന്നും അധികം എന്താ പറയാ, എന്റെ കാതിൽ എപ്പോഴും ഒരു കമ്മൽ ഉണ്ടാവും. ഞാൻ എപ്പോഴും അത് തന്നെ ആയിരിക്കും യൂസ് ആക്കുക. എനിക്ക് കമ്മലിനോടോ അല്ലെങ്കിൽ അങ്ങനത്തെ സംഭവങ്ങളൊന്നും വലിയ ക്രേസ് ഇല്ലാത്ത ഒരാളായിരുന്നു. കോളേജിൽ പഠിക്കുന്നൊക്കെ സമയത്ത് എനിക്ക് ഞാനൊരു ചെറിയ സ്റ്റഡ് വാങ്ങിച്ചിടും, അത് അങ്ങനെ യൂസ് ചെയ്ത് അങ്ങനത്തെ ഒരു ടൈപ്പാണ്. എനിക്കൊന്ന് എന്റെ കോളേജ് ലൈഫിൽ ഞാൻ ആകെ ഫെയർവെല്ലിൽ മാത്രമാണ് ഒരു ഇച്ചിരി വലിയ കമ്മൽ കിട്ടിയതാണ് എന്റെ ഒരു ഓർമ്മ. അല്ലെങ്കിൽ സാധാ ഇങ്ങനെ അതിലൊന്നും അത്ര കോൺഷ്യസ് അല്ല, വെറുതെ ഇങ്ങനെ എന്താ ഒരു ചെറിയ സ്റ്റഡ് ഇടും, അത് തന്നെ അങ്ങനെ കണ്ടിന്യൂ ചെയ്യും, അങ്ങനത്തെ ഒരു ടൈപ്പ് ആയിരുന്നു. പക്ഷെ ഇപ്പൊ എനിക്കൊരു ഒരു വർഷമൊക്കെ കൊണ്ട് ഇങ്ങനത്തെ സാധനങ്ങളോട് ഭയങ്കര ക്രേസ് ആണ്, ഇയറിങ്സിനോട്. അതായത് അത് ഏത് ടൈപ്പ് ഒന്നും ഇല്ല കേട്ടോ. ഇപ്പം സ്റ്റഡ് ആണോ അല്ലെങ്കിൽ നല്ല ഹാങ്ങിങ് ടൈപ്പ് ആണോ അങ്ങനൊന്നും ഇല്ല. എനിക്ക് കാണുമ്പോൾ ഭംഗിയുണ്ടെന്ന് തോന്നുന്നു എന്തായാലും ഞാൻ എടുക്കും. എനിക്കിപ്പം ഇയറിങ്സിനോട് ഭയങ്കര ക്രേസ് ആണ് ഈ ഇടയായിട്ട്. അങ്ങനെ ഇപ്പൊ ഇടുന്നുണ്ട്, അത് പുള്ളിക്കാരിക്കാരി. എനിക്ക് തോന്നുന്നു ഞാൻ ആദ്യമായിട്ട് ലോങ് ഇയറിങ്സ് ഇട്ട് ഈ ഇടയ്ക്ക് ഞാൻ ആദ്യമായിട്ട് ലോങ് ഇയറിങ്സ് ഇട്ട് സ്റ്റാർട്ട് ചെയ്തതും അതും മോമു വാങ്ങിച്ചെന്നൊരു ഒരു ഇയറിംഗ് ആയിരുന്നു. അത് സർപ്രൈസ് ആയിട്ടൊന്നല്ല, പക്ഷെ പുള്ളിക്കാരി എനിക്കത് വാങ്ങിച്ചു തന്നത്. അതിട്ടപ്പോൾ എനിക്ക് ചേരുന്നുണ്ടായിരുന്നു കുറെ പേര് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ പിന്നെ അത് കണ്ടിന്യൂ ചെയ്ത് ലോങ് ആയിട്ടുള്ള ഇയറിങ്സ് ഇട്ട് തുടങ്ങിയത്.
അപ്പം അങ്ങനെ നോക്കി വെച്ചാൽ തോന്നുന്നു പുള്ളിക്കാരി എനിക്കൊരു ഇയറിംഗ് തന്നെ തന്നത്. ഞാൻ ആദ്യം പറഞ്ഞു ഇതിന്റെ എന്താ പറയുക ഒരു അയ്യോ ഒരു കുഞ്ഞു ഗിഫ്റ്റ് അതിന് ഇത്രയും എക്സൈറ്റഡ് ആവേണ്ട ആവശ്യമുണ്ടോ അങ്ങനൊന്നും ചോദിക്കില്ല കേട്ടോ. കാരണം എന്ന് വെച്ചാൽ എനിക്കിത് ഭയങ്കര വാല്യബിൾ ആണ്. ഒന്നാമത്തെ കാര്യം ഞാൻ പറഞ്ഞല്ലോ, വീട്ടിൽ നിന്ന് വന്ന ആ ഒരു മൂഡ് ഓഫ് ആയിരുന്ന സമയത്ത് ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാതെ എന്റെ കൈ കിട്ടിയപ്പോഴത്തേക്ക് ഞാൻ ഭയങ്കര ഭയങ്കര ഹാപ്പി ആയി. അപ്പൊ പിന്നെ ഞാൻ വിചാരിച്ചു തീർച്ചയായിട്ടും എനിക്ക് ഇങ്ങനെയല്ലേ എനിക്ക് ആ ഒരു താങ്ക്സ് മോമിനെ അറിയിക്കാൻ പറ്റും. അതും കൂടെ കൊണ്ടാട്ടെ ഞാൻ ഇതൊരു വ്ലോഗായിട്ട് തന്നെ എടുക്കാന്ന് വിചാരിച്ചത്. പിന്നെ ഞാൻ വേറൊരു സംഭവം കൂടെ ഉണ്ട്, ഇതിനകത്തൊരു ചെറിയ നോട്ടും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. അത് ഞാൻ വായിച്ചായിരുന്നു, ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒന്നുകൂടെ വായിച്ചു തരാം. ഇതാണ് കേട്ടോ നോട്ട്, നല്ല ഭംഗിയുണ്ട്. ആൾക്ക് ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാട്ടോ. ഇങ്ങനെ ക്യൂട്ടായിട്ട് ഓരോന്നൊക്കെ ചെയ്ത് കൊടുക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള കൂട്ടത്തിലാട്ടോ. ഇത് ഞാൻ വായിച്ചു തരാവേ. ട്രസ്റ്റ് യുവർ സെൽഫ്, സ്റ്റേ സ്ട്രോങ്, സ്റ്റാൻഡ് അപ്പ് ഫോർ യുവർ സെൽഫ് ബിക്കോസ് നോ വൺ എൽസ് വിൽ ഡു ഇറ്റ് ഫോർ യു. ഞാൻ ഓൾറെഡി വായിച്ചാണ് കേട്ടോ, പക്ഷെ ഭയങ്കര മോട്ടിവേറ്റഡ് ആക്കുന്ന ടൈപ്പുള്ള ഒരു കോട്ടാണ് കേട്ടോ ആളിൽ എഴുതിയിരിക്കുന്നത്. എനിക്കിപ്പോ വളരെ അത്യാവശ്യം ഒരു കോട്ട് കൂടാണ് കേട്ടോ ഇത്. താങ്ക് യു. ഇനിയാണ് അടുത്ത സർപ്രൈസ്. അടുത്ത സർപ്രൈസ് എനിക്ക് സർപ്രൈസ് ആണല്ലോ, കാരണം ഞാൻ ഓപ്പൺ ചെയ്തിട്ടില്ല. ഇതെങ്കിലും ഞാൻ നിങ്ങളുടെ കൂടെ മുമ്പ് വെച്ചിട്ട് ഓപ്പൺ ആക്കിയില്ലെങ്കിൽ പിന്നെ എന്താ ഒരു രസമല്ലേ. ഇതാ നമ്മുടെ വിഷ് ബോട്ടിലൊക്കെ ഇല്ലേ, അതുപോലെ ഒരു കുഞ്ഞു ബോട്ടിലാണ് കേട്ടോ, നല്ല ക്യൂട്ട് ആയിട്ടുണ്ട്. ഇതിന്റെ ഉള്ളിലാണ് നോട്ടുള്ളത്. ഇതെടുക്കണമെങ്കിൽ എങ്ങനെ എടുക്കണമെന്ന് എനിക്കറിയത്തില്ല. അപ്പൊ ഞാൻ ജസ്റ്റ് ആലോചിച്ചപ്പം എന്തെങ്കിലും ഇങ്ങനെ കുത്തി എടുക്കാന്നൊക്കെ വിചാരിച്ചു നടക്കത്തില്ല കേട്ടോ. ഞാൻ ഇതൊന്ന് ഓപ്പൺ ചെയ്യട്ടെ എന്തായാലും. പിന്നെ ഇതെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ കരുതിയിരിക്കുന്നത് നമ്മുടെ പ്ലക്കർ ആണ് കേട്ടോ. നമ്മുടെ ഐബ്രോ പ്ലക്ക് ചെയ്യുന്ന പ്ലക്കർ ആണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതിൽ വരുമെന്നാണ് എന്റെ ഒരു പ്രതീക്ഷ. നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. നല്ലൊരു ഓപ്പൺ ചെയ്തേട്ടോ. ഓപ്പൺ ചെയ്യാൻ എളുപ്പമായിരുന്നു. ഇത് എടുക്കുന്നതാണ് ടാസ്ക്. വരുമെന്ന് എനിക്ക് അറിയത്തില്ല, ഞാൻ നോക്കട്ടെ. വരേണ്ടതാ. വന്നു ഗൈസ്, എന്റെ ഐഡിയ ഫലിച്ചിരിക്കുന്നു. ഇനി ഇത് വായിച്ചു നോക്കട്ടെ. ഇത് ഞാൻ ഇതുവരെ വായിച്ചിട്ടില്ല, ആദ്യമായിട്ട് വായിക്കാൻ പോവാണ്. താങ്ക് യു ഫോർ ബീയിങ് മൈ സൈഡ് ഇൻ ദ മോസ്റ്റ് ഡിഫിക്കൽട്ട് ടൈം, വിത്ത് ലവ് മോമു. ഇതാണ് ഗൈസ് ആ ഒരു നോട്ട്. ഇത് ശരിക്കും എഴുതിയിരിക്കുന്നത് താങ്ക് യു ഫോർ ബീയിങ് മൈ സൈഡ് ഇൻ ദ മോസ്റ്റ് ഡിഫിക്കൽട്ട് ടൈം എന്ന് ആൾ എഴുതിയിരിക്കുന്നത്. പക്ഷെ ഇത് എന്താണ് കക്ഷി ഉദ്ദേശിച്ചത് എനിക്കറിയില്ല കേട്ടോ. കാരണം ഇത് ഞാൻ ശരിക്കും മോമോനോട് പറയേണ്ട കാര്യമാണ്. അത് മോമു എനിക്ക് തിരിച്ച് പറഞ്ഞിരിക്കുകയാണ്. അത് എന്താ സംഭവം എന്ന് എനിക്കറിയില്ല. ഞാൻ നേരിട്ട് ചോദിച്ച് ക്ലാരിഫൈ ചെയ്യുന്നതായിരിക്കും. എന്തായാലും ഞാൻ ഇത് മോമോനോട് പറയേണ്ട കാര്യം തന്നെ കേട്ടോ, ആത്മാർത്ഥമായിട്ട് പറയാണ്. ഇത് ഞാൻ മോമോനോട് അങ്ങോട്ട് പറയേണ്ട ഒരു സംഭവമായിരുന്നു, പക്ഷെ മോമോ എന്നോട് ഇങ്ങോട്ട് പറഞ്ഞു. അതെന്തിനാ ഞാൻ ചോദിച്ച് കൺഫേം ചെയ്യുന്നതായിരിക്കും. എന്തായാലും ഞാൻ ഭയങ്കര ഹാപ്പി ആയിട്ടുണ്ട്. ഹാപ്പി എന്നല്ല, ശരിക്കും പറഞ്ഞാൽ ഞാനൊരു എന്താ പറയാ, എനിക്ക് കുറച്ച് വാല്യുബിൾ ആയതൊക്കെ ഫീൽ ചെയ്യുന്നു. അതായത് നമുക്ക് എന്തെങ്കിലും ഒരു വാല്യൂ ഉള്ളപ്പോഴല്ല ആൾക്കാർ നമുക്ക് എന്തെങ്കിലും ഒരു ചെറിയ ഗിഫ്റ്റ് ഒക്കെ തരിക, അല്ലെങ്കിൽ നമുക്ക് വേണ്ടി ഒരു കുഞ്ഞ് എഫേർട്ട് ഒക്കെ ഇടുക. അങ്ങനെയാണ് ഞാൻ കരുതിയിരിക്കുന്നത്. അല്ലെങ്കിൽ തന്നെ എനിക്ക് വേണ്ടി ആരെങ്കിലും ഒരു കുഞ്ഞ് എഫേർട്ട് ഇട്ടാത്ത ഞാൻ ഭയങ്കര കാര്യമായിട്ട് അത് വിചാരിക്കുന്ന ഒരാളാണ് കേട്ടോ. ഞാൻ ഒരു കുഞ്ഞ് എഫേർട്ട് ആയിരിക്കും, പക്ഷെ അത് എനിക്ക് വേണ്ടി ചെയ്യാണെന്ന് തിരിച്ചറിയുമ്പോൾ ഞാൻ ശരിക്കും പറഞ്ഞാൽ അത് ഞാൻ ജീവിതത്തിൽ മറക്കത്തില്ല. അങ്ങനെ ഓർത്തു വെക്കുന്ന ഒരാളാണ് ഞാൻ. അങ്ങനെ വെച്ച് നോക്കാം എനിക്കിത് വലിയ 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 ഒരു ഗിഫ്റ്റ് തന്നെയാണ് കേട്ടോ. ഞാൻ ജീവിതത്തെ മറക്കത്തില്ല. ശരിക്കും പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഞാൻ മിക്കവാറും ഇയറിംഗ് ഇടത്തില്ല, ഞാൻ ഇതിങ്ങനെ തന്നെ സൂക്ഷിച്ചു വെക്കും. എനിക്ക് അങ്ങനത്തെ കുറെ പ്രാന്തൊക്കെ ഉണ്ട്. ആള് ഇടാനായിരിക്കും മേടിച്ചത്, പക്ഷെ എനിക്കത് അത്രയും വാല്യുബിൾ ആയതുകൊണ്ട് ഞാൻ ഇട്ട് മിക്കവാറും ചീത്തയാക്കില്ല. ഞാൻ ഇങ്ങനെ തന്നെ സൂക്ഷിച്ചു വെക്കാനായിരിക്കും എന്റെ ഒരു സാധാരണ ഞാൻ അങ്ങനെയാണ് കേട്ടോ. എനിക്ക് ഇങ്ങനെ എന്തെങ്കിലും കിട്ടിയാല് ഞാൻ ഉപയോഗിക്കില്ല, സൂക്ഷിച്ചു വെക്കും. എനിക്കിത് എപ്പോഴും ഇങ്ങനെ എടുത്ത് കാണാനും ഒക്കെ ഭയങ്കര ഇഷ്ടമുള്ളൊരു കൂടുതലാണ് കേട്ടോ. അപ്പൊ എന്തായാലും ഗിഫ്റ്റ് കണ്ടല്ലോ അല്ലേ. അപ്പൊ കുറച്ചു പേരെങ്കിലും വിചാരിക്കുന്നുണ്ടാവും ഒരു കുഞ്ഞു ഗിഫ്റ്റിന് എന്തിനാ ഇത്രയും ഓവറായിട്ട് വന്നിട്ട് സംസാരിക്കുന്നതെന്ന് കുറച്ചു പേരെങ്കിലും വിചാരിക്കുന്നുണ്ടാവും. പക്ഷെ എനിക്കേ അറിയുള്ളൂ അതിന്റെ ഒരു വാല്യൂ എന്താണെന്ന്. അപ്പം എനിക്കതിന് താങ്ക്സ് പറയാം. ശരിക്കും പറഞ്ഞാൽ ഈ സാധനം എന്റെ കൈ കിട്ടിയിട്ട് ഞാൻ ഇതുവരെ മൂവ്മെന്റ് ഒക്കെ വിളിച്ച് പറഞ്ഞിട്ടില്ല കേട്ടോ. അപ്പൊ ഞാൻ വിചാരിച്ചു ഇതൊരു വ്ളോഗായിട്ട് എന്റെ അടുത്ത് ആർക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്ത് ഇട്ട് കൊടുക്കാന്ന് വിചാരിച്ചു. അപ്പൊ നിങ്ങളുടെ കൂടെ ഒന്ന് ഷെയർ ചെയ്യാന്ന് വിചാരിച്ചു. നിങ്ങളിപ്പോ എന്റെ ഫാമിലി അല്ലേ, അപ്പൊ നിങ്ങളുടെ കൂടെ അതൊന്ന് ഷെയർ ചെയ്യാന്ന് വിചാരിച്ചു. അതുകൊണ്ടാട്ടോ അതൊരു വ്ളോഗായിട്ട് തന്നെ ചെയ്തത്. അങ്ങനെ ഗിഫ്റ്റ് ഒക്കെ അൺബോക്സ് ചെയ്ത് കഴിഞ്ഞ് ഭയങ്കര ഹാപ്പി ആയിട്ട് ഞാനിങ്ങനെ ഇരിപ്പുണ്ട് കേട്ടോ. ശരിക്കും ഹാപ്പി എന്നല്ല പറയണത്, ശരിക്കും വാല്യുബിൾ ആയിട്ട് ഫീൽ ആയി അങ്ങനെ ഇരിപ്പുണ്ട് ഞാൻ. എന്തായാലും എനിക്ക് ഈ ഒരു ഗിഫ്റ്റ് തരാൻ തോന്നിയതിന് മോമോന് ഒരുപാട് താങ്ക്സ് കേട്ടോ. അതുപോലെ തന്നെ എന്താ പറയാ, ദൈവത്തിനും അതുപോലെ നന്ദി. എന്താണെന്ന് വെച്ചാൽ കിട്ടണന്റെ ഒരു മാരേജ് പ്രപ്പോസൽ നോക്കുന്ന സമയത്ത് ഞാൻ ഏറ്റവും കൂടുതൽ ടെൻഷൻ അടിച്ചൊരു കാര്യമായിരുന്നു ഫാമിലിയിലേക്ക് വരാൻ പോകുന്ന ആള് എങ്ങനെയായിരിക്കും. ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ കിട്ടണം എന്ന് പറയുന്നത് എന്റെ ലൈഫിൽ ഭയങ്കര പ്രധാനപ്പെട്ട ഒരാളാണ്. അതായത് എന്താ പറയാ, എനിക്ക് ഏറ്റവും കൂടുതൽ വിശ്വാസമുള്ള, അല്ലെങ്കിൽ എനിക്ക് പ്രശ്നം വരുമ്പോൾ എന്റെ കൂടെ നിൽക്കുന്ന ഒരാളാണ്. അപ്പം ആളുടെ ലൈഫിലേക്ക് വരുന്ന ആളത് മനസ്സിലാക്കുന്ന ഒരു വ്യക്തി അല്ലെങ്കിൽ ഭയങ്കര ബോറായി പോയില്ലേ. അപ്പൊ അതിന്റെ ഒരു ടെൻഷനൊക്കെ എനിക്ക് ഉണ്ടായിരുന്നു കിട്ടണന്റെ കല്യാണം നോക്കുന്ന സമയത്ത്. അപ്പം ദൈവം സഹായിച്ച് അതൊക്കെ മനസ്സിലാക്കുന്ന ഒരാളെ തന്നെ ദൈവം കൊണ്ട് തന്നു. ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ ആള് ഞാനുമായിട്ട് ചേർന്ന് പോകും കേട്ടോ. അതിന്റെ ഒന്നാമത്തെ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാല്
ഞാൻ മറ്റുള്ളവർക്ക് എന്താ പറയാ അവരുടേതായ പേഴ്സണൽ സ്പേസ് കൊടുക്കുന്ന ഒരു വ്യക്തിയാണ്. എന്റെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുടെ പേഴ്സണൽ സ്പേസിലേക്ക് ഇടിച്ചു കയറാൻ ട്രൈ ചെയ്യാറില്ല. അതുപോലെ അവരോട് സംസാരിക്കുമ്പോൾ ഞാൻ അങ്ങേയറ്റം റെസ്പെക്ട് കൊടുത്ത് തന്നെ സംസാരിക്കുള്ളൂ. അപ്പം ഞാൻ അതുകൊണ്ട് പ്രതീക്ഷിക്കുന്നത് തിരിച്ച് എന്നോടും അങ്ങനെ തന്നെ ആയിരിക്കണം. അതായത് എന്റെ പേഴ്സണൽ ഒരു സ്പേസിലേക്ക് ആരും വന്ന് ഇടിച്ചു കയറുന്നത് എനിക്കും ഇഷ്ടമല്ല. അതുപോലെ തന്നെ എന്നെ ഞാൻ അങ്ങോട്ട് റെസ്പെക്ട് ചെയ്യുകയാണെങ്കിൽ തിരിച്ച് അതേ രീതിയിൽ എന്നെ തിരിച്ച് റെസ്പെക്ട് ചെയ്യണം എന്ന് കരുതുന്ന ഒരാളാണ് ഞാൻ. അത് തെറ്റാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. അതൊരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ബന്ധത്തിന്റെ ഭാഗമാണത്. അപ്പൊ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം മോമോ ഏകദേശം ആ ഒരു കാറ്റഗറിയിൽ പെടുന്ന ആളാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ തമ്മിൽ യോജിച്ച് പോയിക്കോളും എന്നാണ് എന്റെ ഒരു വിശ്വാസം. പിന്നെന്താ പറയാ, നമുക്കൊരു പ്രശ്നം വന്ന് അല്ലെങ്കിൽ നമ്മളൊരു ഏതെങ്കിലും ഒരു സിറ്റുവേഷനിൽ നമ്മളൊന്ന് വീണ് പോകുമ്പം നമുക്കൊരു ചെറിയ കൈത്താങ്ങ്, ഒരു 1-2 ദിവസത്തേക്കെങ്കിലും നമ്മളെ വീഴാതെ പിടിച്ചു നിർത്താൻ ഒരാൾ കൂടെ ഉണ്ടാവുക എന്ന് പറയുന്നത് ഒരു വലിയ കാര്യമാണ്. സോ എനിക്ക് ഇങ്ങനെയുള്ള മനുഷ്യരിൽ ഏറ്റവും മുമ്പിൽ നിൽക്കുന്ന ആളാണ് കിട്ടുന്നത്. അപ്പൊ അതുപോലെ കട്ടയ്ക്ക് നിൽക്കുന്ന ഒരാളെ തന്നെയാണ് ദൈവം ആക്ക് പാർട്ണറായിട്ട് കൊടുത്തത്. എനിക്ക് തോന്നുന്നു ഞാൻ ഈ വ്ളോഗ് ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുന്നതായിരിക്കും നല്ലത്. കാരണം ഞാൻ ഈ കൂടുതൽ സംസാരിച്ചുകൊണ്ടിരുന്നത് ഇത് കൂടുതൽ ഒരു ഇമോഷണൽ ടൈപ്പ് വ്ളോഗായി പോകും. അതുകൊണ്ട് നമുക്ക് തൽക്കാലം ഈ വ്ളോഗ് ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. പിന്നെ ഇതാ ഓണമൊക്കെ വരുന്നുണ്ട്. ഓണത്തിന്റെ ഒക്കെ നല്ല അടിപൊളി വ്ളോഗ്സും ഒക്കെ ആയിട്ട് കൂടുതൽ പവർഫുൾ ആയിട്ട് മൂടൊക്കെ ഒന്ന് ശരിയാക്കി നല്ല കൂടുതൽ പവർഫുൾ വ്ളോഗ്സും ഒക്കെ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും കേട്ടോ. അപ്പൊ ഇന്നത്തെ ഈ വ്ളോഗ് ഞാൻ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. കൂടുതൽ നല്ല അടിപൊളി വ്ളോഗ്സും ഒക്കെ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. പിന്നെ അതുപോലെ തന്നെ എന്റെ ഈ വ്ളോഗ്സ് ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ഈ ഫാമിലിയിൽ ഒന്ന് മെമ്പർ ആവും കേട്ടോ. അപ്പൊ നല്ലൊരു അടിപൊളി വ്ളോഗുമായിട്ട് തൊട്ടടുത്ത ദിവസങ്ങളിൽ തന്നെ ഞാൻ വരുന്നതായിരിക്കും. അതുവരെ ബൈ ബൈ.